ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ക്യാബേജിൻ്റെ വീഡിയോ ആയിട്ടാണ്. ക്യാബേജ് ഇട്ട് ഇപ്പോൾ ഇവിടെയെല്ലാം പുല്ല് കയറി കിടക്കും, നോക്കാൻ സമയം കിട്ടിയില്ല, അതാണ് പ്രശ്നം. ഉണ്ട് ക്യാബേജ്. ഇത് ക്യാബേജാണ്. ഇതിനകത്തൊക്കെ ഇത് ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ കോഴിയമ്മ വന്നിട്ടുണ്ട്. ഇതും ക്യാബേജാണ്. ഇത് ഇപ്പം എടുക്കാൻ പറ്റത്തില്ല. ഇതും ആയി വരുന്നേ ഉള്ളൂ. അവിടെ ചിലപ്പോൾ കൊത്തും. ഇവിടെ കണ്ടോ, ഇവിടെ കിടപ്പുണ്ട്, കാബേജ് കിടപ്പുണ്ട്. ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത്രയൊക്കെ. ഇത് കൂടുതൽ ഒത്തിരി സൈസ് ആകത്തില്ല ഇത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു ഇതേ കിട്ടത്തുള്ളൂ. നമുക്കിവിടെ അത് മതി. നമുക്ക് നഷ്ടമൊന്നുമില്ല, ഇതുകൊണ്ട് ഒരു നഷ്ടമില്ല. നമുക്കൊരു 10 രൂപ കാബേജ് മേടിക്കുന്ന ലാഭം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തൈ ആണേലും നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടുന്ന് പറിച്ച കാബേജ്. ഇത് കണ്ടോ, ഇത് ചെറിയൊരു ഈ കാബേജിൻ്റെ ഇത് കഴിഞ്ഞാൽ ഈ അകത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് പറിച്ച ഇവിടെ നമ്മൾ കൃഷി ചെയ്ത് എടുത്ത കാബേജാണ്. ചെറിയ ക്യാബേജാണ്, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തതുകൊണ്ടാണ്. നമ്മൾ വേറെ വളമോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിലെ വളങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വീട്ടിലെന്ന് പറഞ്ഞാൽ ജൈവ രീതിയിൽ നമുക്ക് മിച്ചം വരുന്ന വീട്ടിലെ അടുക്കള വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ജൈവവളമുണ്ട്, അത് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു വളവും ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ വരുന്ന ഈ ഇലയും തണ്ടുമൊക്കെ ഉണ്ട്. ഇത് നമ്മളിവിടെ ഒരു മരുന്നും ഒന്നും സ്പ്രേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ അത്യാവശ്യം സാധാ ഒരു വലിയ കാബേജ് മേടിക്കുന്നതിന് അത്രയും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് എന്താ പറയുക, ഇപ്പോൾ ഒരു കാബേജ് ഇത്രയും മേടിക്കുന്നത് ചിലപ്പോൾ ഒരു 40-30 രൂപയായിരിക്കും. നമുക്കത് ഒരു കറിക്കുള്ള ലാഭമുണ്ട്. പിന്നെ ഇത് ഓർഗാനിക് ആയതുകൊണ്ട് ഇതിന് ചിലപ്പോൾ ഒരു 50-100 രൂപയ്ക്കുള്ളത് മുതലുണ്ട്. ഇത് നമുക്കത് ലാഭമായി കിട്ടി. ഒരു 10 പൈസ മുടക്കില്ലാതെ നമുക്കിത് കിട്ടി. കറി വെക്കാനും പറ്റുന്നുണ്ട്. അതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഉദ്ദേശം. പിന്നെ ഒരു സന്തോഷം, ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ക്യാബേജൊക്കെ എവിടെയെങ്കിലും തൈയൊക്കെ കിട്ടുവാണെങ്കിൽ നട്ട് വെക്കുക. ഒരു വേനൽ തുടങ്ങുന്ന സമയത്ത് ഡിസംബർ ആ സമയത്തൊക്കെ നടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് ഇവിടെയൊന്നും കായ്ക്കുകയെന്നൊക്കെ വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ച് മാറിയിരിക്കുന്നത് ഒക്കെ ആൾക്കാരുണ്ട്. ധൈര്യമായിട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. എന്തായാലും നമുക്കിവിടെ കായ്ച്ച് കിട്ടും. അതിന് ഉദാഹരണമാണ് ഇവിടെ. ഇത് സാധാ നമ്മുടെ ഇടനാട് പ്രദേശമാണ്. മലനാട്, ഇടനാട് തീരപ്രദേശം, അതുപോലത്തെ ഇടനാട് റേഞ്ചിലുള്ള പ്രദേശമാണ്. അപ്പം ഇവിടെ കായ്ക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ഫലം കിട്ടും, നന്നായിട്ട് കായ്ച്ചെടുപ്പിക്കാൻ പറ്റും. അപ്പം നിങ്ങളും ട്രൈ ചെയ്യണം. ഒക്കെ അത്രയുള്ള വിശേഷങ്ങൾ, നമ്മുടെ ക്യാബേജിൻ്റെ വിശേഷങ്ങൾ.